പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമ്മുടെ പ്ലം കേക്കും അതുപോലെ കാരഡേറ്റ്സ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാരമൽ സിറപ്പിന് പകരം നമുക്ക് ഇതുപോലുള്ള ഡാർക്ക് കാരമൽ കളർ യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എന്തായാലും അധികം ലേറ്റ് ആവാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരക്കപ്പിന് പകരം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്നൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അധികം ഇളക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ ഫ്ലെയിം എപ്പോഴും കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ തന്നെ നമ്മളുടെ ഒരു ഷുഗർ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പിടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സ്പാച്ചില ഇപ്പോൾ യൂസ് ചെയ്യേണ്ട. കുറച്ചും കൂടി ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം മാത്രം നമ്മൾ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കരിയാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇതേപോലെ കാരമൽ ചെയ്തെടുക്കരുത്. ഭയങ്കരമായ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുമ്പോഴും അതല്ലെന്നുണ്ടെങ്കിൽ നോർമൽ കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒരുപാട് അങ്ങാട് ഡാർക്ക് ഷെയ്ഡൊന്നും ആക്കില്ല. ഒരു ഗോൾഡൻ കളർ അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ഗോൾഡ് കളറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നമ്മളുടെ ഈ ഒരു കാരമൽ കളറിന് വേണ്ടി നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് കരിയിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഷുഗർ മെൽറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളറല്ല നമുക്ക് കാരമൽ കളറിന് വേണ്ടത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോ സ്പീഡിൽ നിന്നുള്ളത് ഒരു ഇച്ചിരി ഒന്ന് കൂട്ടിയിടാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങും. തിളച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കണം. ഒരുപാട് പുക പോലേക്ക് വരും. അപ്പോൾ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് ആ ഒരു കളറാണ് നമ്മൾ ഈ ഒരു ഡാർക്ക് കാരമൽ കളറിന് വേണ്ടത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കാരമൽ കളർ യൂസ് ചെയ്യുമ്പോൾ കാരമൽ സിറപ്പ് യൂസ് ചെയ്യണമെന്നുള്ളത്. കാരമൽ കളർ അല്ലെന്നുണ്ടെങ്കിൽ കാരമൽ സിറപ്പ് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു കാരമൽ കളർ നന്നായിട്ടൊരു ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. നല്ല പുകയും പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി പതിഞ്ഞ് വരുന്ന ഒരു ടൈമിൽ നമ്മൾ അടപ്പിൽ ഒരു അരക്കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ഇതിനകത്തേക്ക് നോർമൽ വാട്ടറിൽ ഒഴിക്കുന്നത്, ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല ഡാർക്ക് കളറും നല്ല ചൂടുള്ള ഒരു കാരമലായത് കാരണം നന്നായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അരക്കപ്പ് വെള്ളം ചൂടാക്കിയത് നമ്മളെടുത്തിട്ട് ആദ്യം 1-2 തവണ കുറേശ്ശെ ആഡ് ചെയ്യാം. അതൊന്ന് നന്നായി മിക്സായി വരുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് അളവിലാണ് നിങ്ങൾ പഞ്ചസാര കാരമൽ ചെയ്യാൻ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് വെള്ളം 1 കപ്പ് വരെ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കാം. പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചേക്കുന്നത് കാരണം പഞ്ചസാര എല്ലാം പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. നോർമൽ വാട്ടറാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്തേക്ക് 1 കപ്പ് നമ്മളുടെ നോർമൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവാനായിട്ടുള്ള ടൈമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ ജ്യൂസാണ്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുരുവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഈ ലെമൺ ജ്യൂസ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട ഈ ഒരു പഞ്ചസാര ക്രിസ്റ്റലൈസ് ആയി പോവാതിരിക്കാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ വീണ്ടും കരിഞ്ഞ് കാരമൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. നമ്മൾ ആ ഒരു കയ്പ്പ് ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ രണ്ടാമത് ഇത്രയും കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു നമ്മളിട്ട കംപ്ലീറ്റ് ഷുഗറും നന്നായിട്ട് മെൽറ്റ് ആവണം. മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നോർമലി ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കാരമൽ കളറും നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന കാരമൽ കളറിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അവരതിൽ ഫുഡ് കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നത് കാരണം അതുപോലെയുള്ള ഫുഡ് കളേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു കളറ് തന്നെ മതി നമ്മളുടെ കേക്കിന് നല്ല കളർ കൊടുക്കാനായിട്ട്.
പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഷുഗർ ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പാടില്ല. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതേപോലെ പതഞ്ഞ് വരണം. ഷുഗർ മെൽറ്റായെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡാർക്ക് കാരമൽ കളർ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും വളരെ ലൂസായിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മളൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. എന്നാലാണ് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു കാരമൽ കളർ കിട്ടുള്ളൂ. ഇത് ശരിക്കും നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലം കേക്കും അതേപോലെ ക്യാരറ്റ് കേക്കൊക്കെ ഓർഡർ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ പാകം അറിയാനായിട്ട് കുറച്ച് നോർമൽ വാട്ടർ എടുക്കുക. അതിനകത്തേക്ക് നമ്മളുടെ ഈ ഒരു ഡാർക്ക് കാരമൽ കളർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ സ്പ്രെഡായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കളർ റെഡി ആയെന്ന് അർത്ഥം. അതല്ല കട്ടയായിട്ടാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കാരമൽ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കാരമൽ കളർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൂസായിരിക്കണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ. ഇതിന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അരിച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കാരമൽ കളറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണിത്. അപ്പോൾ ഇത്രയും തിക്കായിട്ട് വേണം നമ്മളുടെ ഈ ഒരു കാരമൽ കളർ ഇരിക്കാനായിട്ട്. ഇതിലും കട്ടിയാവരുത്. കാരണം ഇതിലും കട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളത് ചൂടാക്കേണ്ടിയൊക്കെ വരും. ഇപ്പോൾ എങ്ങാനും നമ്മൾ കുറച്ച് തിക്നെസ് കൂടിപ്പോയി നമുക്ക് ഇതുപോലെ സ്പൂണ് കൊണ്ട് കോരി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല നമ്മൾ ഇതേപോലെ എടുക്കുമ്പോൾ തീരെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് റെഡി ആയിക്കോളും. അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ട് ഒരിച്ചിരി എടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കാരമൽ കളർ റെഡിയാണെന്ന് അർത്ഥം. ഇനി ഇത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ബോട്ടിലേക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് നമുക്ക് 5 മാസം വരെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കാരമൽ കളറും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാരമൽ കളറും തമ്മിലുള്ള ആ ഒരു തിക്നെസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കാരമൽ കളറാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കാരമൽ കളറിൻ്റെ കൺസിസ്റ്റൻസിയും ഏകദേശം കറക്റ്റാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് കൂടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരതിൽ ഫുഡ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ഇതേപോലെ കാരമൽ കളർ വാങ്ങിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ഇതുപോലെ ചെയ്ത് വെക്കാം. ഇതുപോലെ കാരമൽ കളർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1 kg കേക്കിലേക്ക് നമുക്കൊരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാരമൽ കളർ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെയുള്ള ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ ഞാൻ 400 ഗ്രാമിൻ്റെ ഒരു ന്യൂട്ടെല്ലയുടെ ബോട്ടിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിൽ നമുക്ക് എന്തോരം ഈ ഒരു കാരമൽ കളർ ക്വാണ്ടിറ്റി വരുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്തേക്ക് ടോട്ടൽ 1.5 കപ്പ് പഞ്ചസാരയാണ് വേണ്ടി വന്നത്. ആ ഒരു 1.5 കപ്പ് പഞ്ചസാരയുടെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്തെടുത്ത കാരമൽ സിറപ്പ് ഇത്രയും വന്നിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് കാരമൽ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം ഇതേപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. 5 മാസം വരെ നമുക്കൊരു കേടുകൂടാതെ നമ്മളുടെ ഒരു കാരമൽ കളർ ഇരുന്നോളും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.